ഈ പോസ്റ്റ്മാനെ കാണാനില്ല എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതെ, നസീറും വിജയശ്രീയൊക്കെയുള്ള പഴയ ഉദയയുടെ സിനിമ, ഹിപ്പികളുടെ നഗരം പാട്ടൊക്കെയുള്ള ആ സിനിമ. അതുപോലെ പ്രേം നസീറിനെ കാണാനില്ല എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്തത്. അപ്പം അതെന്താണ് ആ സിനിമയുടെ കഥ അറിയാമല്ലോ. അതായത് ലൈം ലൈറ്റ് നിൽക്കുന്ന ഒരു നായകൻ, ഒരു സിനിമ, ഒരുപാട് സിനിമകൾ കമ്മിറ്റ് ചെയ്ത ഒരു നായകൻ ഒരു സുപ്രഭാതത്തിൽ ഈ നായകനെ കാണാതാവുന്നു. അതോടുകൂടി മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന എന്താ അവസ്ഥയാണ് ഈ സിനിമ പ്രതിപാദിക്കുന്നത്. അതെ, പ്രേം നസീറിനെ തട്ടിക്കൊണ്ട് അപ്പോഴത്തേക്ക് പിന്നീട് എന്താണ് അത് എന്ത് നല്ല ഭാവനയാണെന്നറിയോ സിനിമയുടെ. അപ്പൊ ഇത് കഴിയുമ്പോൾ ഈ പ്രേം നസീർ ഇല്ലാതെ വരുമ്പോ എന്താണ് ഇവിടെ പറ്റുന്നു, നോക്കുന്നത്. അപ്പം ഈ പ്രേം നസീറിന്റെ കസേരയിലേക്ക് കയറാൻ എനിക്ക് അത് മമ്മൂട്ടിയൊക്കെയാണ് കാണിക്കുന്നത്. ഈ ഒതുങ്ങിയിരിക്കുന്ന യുവതാരങ്ങളോട് എന്ന് ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുക്കുന്നുണ്ട്. ഇദ്ദേഹം കാണാവോ എന്ന് അവരുടെ ഒരു നിലപാട് എന്തായാലും വളരെ നല്ലൊരു കൺസെപ്റ്റ് ഉള്ള ഒരു സൂപ്പർ. പ്രേം നസീറിനെ കാണുമാനില്ല. അന്നത്തെ സൂപ്പർ സ്റ്റാർ ആണ് പ്രേം നസീർ. ഈ പ്രേം നസീർ തട്ടിക്കൊണ്ട് വന്ന് നമ്മുടെ ശ്രീനിവാസനൊക്കെ കൂടെ ആ സിനിമയിൽ. അപ്പൊ ഈ സംഘഗാനമൊക്കെ കഴിഞ്ഞ് ശ്രീനിവാസൻ ഇങ്ങനെ ഈ എന്താ സമാന്തര സിനിമയുടെ പ്രധാന ഘടകമായിട്ട് നിൽക്കുന്ന സമയത്ത് വന്ന സിനിമ. അപ്പൊ നമ്മളിപ്പോ ഇതിവിടെ പറയാനുള്ള കാരണം നമ്മുടെ ഇരട്ടച്ചങ്ങനെ കാണാനില്ല. കുറെ ദിവസമായി ഇലക്ഷന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് ഒരു വിവരമില്ല. എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. അദ്ദേഹത്തിന്റെ അണികളെല്ലാം അദ്ദേഹം തുടർഭരണം വരുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് എന്ത് സംഭവിക്കുന്നു, എങ്ങനെ വരുന്നു എന്ന് പറയാനെ കൊണ്ട് അദ്ദേഹത്തെ കാണാനില്ല. അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കാര്യമായിട്ടൊന്നും പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞത് എം വി ഗോവിന്ദനാണ്. എം വി ഗോവിന്ദൻ പറഞ്ഞത് എന്താണെന്ന് എം വി ഗോവിന്ദനും അറിയില്ല. പതിവ് പോലെ അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതാണ്. പക്ഷെ പിണറായി ഇത് എവിടെ പോയതായിരിക്കും? എനിക്ക് തോന്നുന്നത് അദ്ദേഹം വിശ്രമത്തിലായിരിക്കുമോ, ചികിത്സയിലായിരിക്കും, എന്താണെന്നുള്ളത് ആർക്കും അറിയില്ല. ഒരു ധാരണയില്ല. സാധാരണഗതിയിൽ ഇലക്ഷൻ കഴിഞ്ഞാൽ നിലവിലുള്ള മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവെന്ന് പ്രസ്താവന നടത്തുമല്ലോ. അവരുടെ പ്രതീക്ഷകളും അവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നതാണല്ലോ. ഇദ്ദേഹത്തെക്കുറിച്ച് ഒന്നും അറിയുന്നില്ല. അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നു കേട്ടു, കുടുംബസമേതം. 19 കണ്ടാണ് അദ്ദേഹം അമേരിക്കയ്ക്ക് പോകുന്നതെന്ന് കേട്ടു, ചികിത്സയ്ക്ക് പോകുന്നത്. സ്വാഭാവികമായിട്ടും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാരണങ്ങളാണ് എൻ്റെ മനസ്സിലുള്ളത്. ഒന്ന്, അദ്ദേഹത്തിന്റെ ഈ അനാരോഗ്യമുള്ള സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് നേരിട്ടു. അത് കടുത്ത ചൂടല്ലേ, ഒരു മനുഷ്യന് സഹിക്കാൻ വലിയ ഒരുപാട് ശാരീരിക അസ്വസ്ഥതയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. അതാവാ ഒന്ന്. രണ്ട്, ഒരു പരമാർത്ഥം അദ്ദേഹം തിരിച്ചറിഞ്ഞു. എൻ്റെ തലയെ എൻ്റെ ഫുൾ ഫിഗറും വെച്ചുകൊണ്ടാണ് ഇവിടെ പാർട്ടി നോക്കാൻ പോകുന്നതെന്നുള്ള പരമാർത്ഥം തിരിച്ചറിഞ്ഞു. ഇതാണ് രണ്ട് കാരണം. ഇപ്പം നമുക്ക് ആദ്യത്തെ കാരണം നോക്കാം. ഇപ്പോൾ അദ്ദേഹത്തിന് ശരിക്കും അമേരിക്കയിലെ ചികിത്സ മയോ ക്ലിനിക്കിലെ ചികിത്സ കൊണ്ട് ആണ് പിടിച്ചിരിക്കുന്നത്. അടുത്ത രോഗമാണ്, ഗുരുതരമായ രോഗമാണ് അദ്ദേഹത്തെ ബാധിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് തനിയെ സഞ്ചരിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ട്, ആരോഗ്യത്തിന് നല്ല പ്രശ്നങ്ങളുണ്ട്. അതിനുവേണ്ടിയാണല്ലോ നവകേരള ബസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ തക്ക രീതിയിലാണ് ഇത് ബസ്സാണ് കൊണ്ടുവന്നത്. അപ്പം ഈ പറയുന്ന ഈ കൊടും ചൂടിൽ, അതായത് ഒരു കുറച്ച് ദിവസങ്ങളിലെ തെരഞ്ഞെടുപ്പുണ്ടായിരുന്നുള്ളൂ, അവസാനമാണ് അദ്ദേഹം അറിയുന്നത് ധർമ്മടത്ത് പണി പാളുമോ എന്നൊരു സംശയം വന്നു. അപ്പോൾ അവസാനമാണെന്ന് തോന്നുന്നു സ്വന്തം മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അതിന് മുമ്പ് അദ്ദേഹമായിരുന്നു മുഖ്യ പ്രചാരകൻ. എം വി ഗോവിന്ദനെ എവിടെ ഒളിപ്പിച്ചു വെച്ചേക്കുവാണ്. ഇത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പതുക്കെ വെളിയിലോട്ടിറക്കി താരങ്ങളൊന്നും കണ്ടില്ല നമ്മൾ. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇറക്കി കളത്തിൽ. അപ്പോൾ തന്നെ എന്ത് സംഭവിച്ചു? എല്ലാ ജില്ലകളിലും പോയി പ്രസംഗിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ ഈ ജില്ലകൾ ഏതാണ്ട് നവകേരള യാത്രയുടെ മിനി നവകേരള യാത്രയുടെ രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ. എല്ലായിടത്തും ചെല്ലുന്നു, മതമേലധ്യക്ഷന്മാരെ കാണുന്നു, അല്ലെ അവർക്ക് വേണ്ടപ്പെട്ടവരെ കാണുന്നു, ഈ പറയുന്ന പത്രസമ്മേളനങ്ങൾ നടത്തുന്നു. അപ്പം അതിനു മുമ്പ് കുറേ ഇൻ്റർവ്യൂകൾ, എത്ര നാളെ മുമ്പ് തുടങ്ങിയ പരിപാടിയാണ്, പിന്നെ പുട്ടിയടിച്ച കുറേ ഇൻ്റർവ്യൂ കൊടുക്കുന്നു. അതിലെല്ലാം അദ്ദേഹം ചിരിക്കുന്നു, കൃത്രിമ ചിരിക്കുന്നു. ആ ചിരിയുടെ ഭംഗി കാണുമ്പോഴേ അറിയാം ഇത് ഒട്ടിച്ചു വെച്ച ചിരിയാണ്. ഈ ചോദ്യം ചോദിക്കാൻ വന്നവർക്ക് വളരെ വിനയത്തോടു കൂടി അങ്ങനെ സന്തോഷിക്കുന്ന ചോദ്യങ്ങൾ മാത്രം ചോദിക്കുന്നു. മോഹൻലാലിന് എഴുതി കൊടുത്ത ചോദ്യം മോഹൻലാൽ അത് ഭാവാത്മകമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ഒരു നടനായതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ കഷ്ടപ്പെടേണ്ടി വന്നില്ല. പിന്നെ വ്ളോഗർമാരായിട്ടുള്ള സുജിത് ഭക്തനെ പോലുള്ളവർക്ക് കൊടുക്കുന്നു. എവിടെ ഇവരെ തിരിഞ്ഞു കടിക്കാത്ത എല്ലാ മാധ്യമങ്ങൾക്കും ഇന്റർവ്യൂ കൊടുക്കുന്നു. ഈവൻ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ കൊടുക്കുന്നു. വെറും യൂട്യൂബർമാർക്ക് വരെ ഇന്റർവ്യൂ കൊടുത്തു. അപ്പൊ എങ്ങനെയും അധികാരത്തിൽ തുടരുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് അത് ചെയ്തത്. അത് കൂടാതെയാണ് അദ്ദേഹം എന്ത് ചെയ്ത് ഈ ജില്ലകൾ തോറും നടന്ന് സഞ്ചരിച്ച് ഈ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രസംഗിക്കുക. അങ്ങനെ ഇറങ്ങിയ വഴിക്കാണ് അദ്ദേഹത്തിന്റെ തനിനിറം കണ്ടത്. ഈ പൂട്ടിയടിച്ചതെല്ലാം ഇളകിപ്പോയി വെയിൽ കൊണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ തനി സ്വഭാവം പുറത്തു വരുമല്ലോ ആരാണെങ്കിലും. അപ്പം അങ്ങനെയാണ് കോന്നിയിൽ വീട്ടിൽ ചെന്ന് പറയടാ, വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ മതി എന്ന് പറയുന്നതും, പിന്നെ ചെറ്റത്തരം എന്ന് പറയുന്നതും, സുധാകരൻ ചെറ്റയാണെന്ന് പറയുന്നതും, അതുപോലെ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ കൈരളി TV മുമ്പിൽ ഇരുന്ന് ചിരിച്ചു കഴിഞ്ഞപ്പോൾ വേറൊരു മാധ്യമപ്രവർത്തകൻ ഞങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഇയാളെ എന്നിട്ട് എവിടെ പോകാമെന്ന് ചോദിക്കേണ്ടി വന്നതും, അങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും അദ്ദേഹം രൂക്ഷമായി പ്രതികരിച്ചതും. അപ്പം
അത്രയും കാര്യങ്ങൾ നടന്നു. ഈ വെയിലും കൊണ്ട് ഈ സഞ്ചാരമല്ല ഇങ്ങനെ നടക്കുന്ന വെയിലും കൊണ്ട് നടക്കുന്ന സമയത്ത് എന്തായാലും ഒരു മനുഷ്യന് ശാരീരികമായിട്ട് വലിയ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാകും. ഒരുപക്ഷെ അത് കാരണമായിരിക്കാം, അദ്ദേഹം വിശ്രമിക്കുകയായിരിക്കാനുള്ള ഒരു സാധ്യത, ഒരുപക്ഷെ ചികിത്സയും വിശ്രമമൊക്കെ ആയിരിക്കാം. കാരണം ഇത്രയും ആരോഗ്യ പ്രശ്നമുള്ള ഒരാൾ ഈ ആഗോള കേരളം മൊത്തത്തിൽ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ലല്ലോ. ഞാൻ കരുതി ഹെലികോപ്റ്റർ സഞ്ചരിക്കുമെന്നാണ്. എന്തായാലും ഹെലികോപ്റ്റർ അദ്ദേഹം അത് തെരഞ്ഞെടുപ്പ് വിഷയമാകുമെന്ന് കരുതി ആയിരിക്കും ഒഴിവാക്കിയത്. ഹെലികോപ്റ്റർ സഞ്ചരിക്കണ ഒന്നും കയ്യിൽ നിന്ന് കാശ് മുടക്കി പാർട്ടി പൈസ കൊടുത്താലും മതിയല്ലോ. പാർട്ടിക്ക് ഉണ്ടല്ലോ. അതെ, പാർട്ടിക്ക് ഉണ്ടല്ലോ, പൈസയ്ക്ക് വല്ല പറഞ്ഞുണ്ടോ. അപ്പം വേറെ രണ്ടാമത്തെ വിഷയം പുള്ളിയുടെ ഇതാണ്, പുള്ളി കാരണമാണ് തെരഞ്ഞെടുപ്പ് നോക്കാൻ പോകുന്നതെന്ന് ഇടത് സൈദ്ധാന്തികരടക്കം പറഞ്ഞു. അതെ, ഈ ഇടത് ബുദ്ധിജീവികൾ ജൈവ ബുദ്ധിജീവി കാരണം ഇത് തോറ്റു പോകുമെന്ന് പറഞ്ഞു. ജൈവ ബുദ്ധിജീവിയാണല്ലോ പിണറായി. പിണറായി കാരണമാണ് ഇത് തോക്കാൻ പോകുന്നത്. ഇദ്ദേഹത്തെ അല്ല വേറെ ആരെയെങ്കിലും നിർത്തിയായിരുന്നു കയറിയിരുന്നതെങ്കിൽ അങ്ങ് നടന്നു പോയേനെ എന്ന് പറയും. സ്ഥാനാർത്ഥികൾ പോലും പോസ്റ്ററിൽ അദ്ദേഹത്തിന്റെ പടം വയ്ക്കാൻ വിസമ്മതിച്ച ഒരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായത്. അതിലൂടെ കൂടുമല്ലോ. ഇദ്ദേഹം 10,200 ഹോർഡിങ്സ് ആണ് കേരള ഒട്ടാകെ വെച്ച്. മറ്റാരുണ്ട് LDF അല്ല. അത് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഒരു സ്ഥലത്ത് ഒരു ഹോർഡിങ്സ് നമുക്ക് ഓക്കെ, എന്നാൽ ഒഴിഞ്ഞു കിടക്കുന്ന തുണിക്കടകളുടെ ഹോൾഡിങ്സ് എല്ലാം ത്രൂ ഔട്ട് അങ്ങ് വെച്ചിരിക്കും. ഒരു ജംഗ്ഷനിൽ തന്നെ 2 വിഷയം വെച്ചിട്ടാണ് വലിയ ഹോർഡിങ് വെച്ചിരിക്കുന്നത്. അതാണ് ഈ ഹോർഡിങ്ങുകളുടെ എല്ലാം ചിലവ്. എന്നിട്ട് ഇപ്പോൾ ആ ചിലവ് മറച്ചു വെച്ചിട്ട് കോൺഗ്രസ്സുകാർ വെച്ച ഹോർഡിങ്സിന് കാശ് എവിടാന്നും ചോദിച്ചുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. സൈബർ അടി കോൺഗ്രസ്സുകാരുടെ ഹോർഡിങ് നമ്മൾ കണ്ടാണ് പലയിടത്തും ഹോർഡിങ് ഇല്ല, ഒന്നുമില്ലായിരുന്നു. വല്ലയിടത്തും 10-15 എണ്ണം കൊണ്ട് വെച്ച് കാണും. കൈ കാശുള്ള സ്ഥാനാർത്ഥികളൊക്കെ ഹോർഡിങ്സ് വെച്ച് കാണും. അതായിരിക്കും സംഭവിച്ചത്. പക്ഷേ ഇദ്ദേഹത്തിന് ഇത് മനസ്സിലാകുന്നുണ്ട്. എൻ്റെ എൻ്റെ ഫിഗർ, എന്നെ ജനം വെറുത്തു എന്നുള്ളത് അദ്ദേഹത്തിന് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മനസ്സിലായി. വോട്ടിങ്ങിൻ്റെ അത് എത്രയും ഒരു എക്സ്പീരിയൻസ് രാഷ്ട്രീയതാവാണല്ലോ, കാര്യം മനസ്സിലാവുമല്ലോ. കാര്യം മനസ്സിലായി. പിന്നെ ഇവർ വെളിയിൽ എത്രയൊക്കെ കണക്കുകൾ കൂട്ടി, പിന്നെ കണക്കുകൾ പറയാനും താത്വിക അവലോകനം നടത്താനും CPM-കാരനെ ഒരാൾ കൂടി ഇല്ല. തോറ്റാലും പിന്നെ അടുത്ത കണക്ക് ഒരു കൊണ്ടുവരും, റെഡി ആയിരിക്കും ഇപ്പോഴേ. അപ്പോൾ ഈ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ പറയുന്ന ഈ കണക്കുകൾ ശരിയല്ലെന്ന് പിണറായിക്കറിയാം. ഇവിടെ പല ചാനലുകളും സംസ്ഥാന ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇങ്ങനെയാണെന്നും പറഞ്ഞ് വാർത്തയടിക്കുന്നുണ്ട്. സംസ്ഥാന ഇൻ്റലിജൻസും കേന്ദ്ര ഇൻ്റലിജൻസും കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ഇവിടെ തുടർഭരണം ഉണ്ടാവില്ലെന്നാണ്. അതെ, കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ 89 സീറ്റാണ് UDF. സംസ്ഥാന ഇൻ്റലിജൻസ് സൂചിപ്പിക്കാനെ കൊണ്ട് റിപ്പോർട്ട് കൊടുക്കാതിരിക്കുമല്ല. പലരും പറയുന്നത് സംസ്ഥാന ഇൻ്റലിജൻസ് റിപ്പോർട്ട് LDF-ന് അനുകൂലമാണെന്നാണ്. അപ്പം മറ്റുള്ളവർ അതിന് പറയുന്നത് എന്താ അറിയുക, അവർ പിണറായിയുടെ കീഴിലുള്ള പോലീസിൽ അയാൾക്ക് സുഖമുള്ള വാർത്ത കൊടുക്കും. പക്ഷേ അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ സംസ്ഥാന ഇൻ്റലിജൻസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് നേരെ തിരിച്ചാണ്. ഇത് എന്താ LDF-ന് ഭരണത്തുടർച്ച ഉണ്ടാവില്ലെന്ന് ആണല്ലോ, സ്വാഭാവികം. മാത്രം അതിൽ നമ്മൾ ഫീൽഡിൽ പോയവരാണല്ലോ, നമ്മൾ എത്രയും മണ്ഡലങ്ങൾ സർവേ നടത്താൻ പോയാലുണ്ട്. അവിടെയൊക്കെ തന്നെ നമ്മൾ കണ്ടത് ഒരു പിണറായി വിരുദ്ധ വികാരമാണ്. LDF വിരുദ്ധ വികാരമല്ല, പിണറായി വിരുദ്ധ വികാരമാണ് അവിടെയൊക്കെ നമ്മൾ കണ്ടത്. പാർട്ടിക്കാർക്കിടയിലാണ് ഇത് കൂടുതൽ. അതെ, ഇപ്പോൾ ആലപ്പുഴ പോലുള്ള ജില്ലകളിൽ 9 സീറ്റുള്ളതിൽ ഒരെണ്ണമാണ് കഴിഞ്ഞ തവണ UDF നേടിയത്, മാത്രം ഹരിപ്പാട്. പക്ഷേ ഇത്തവണ 6 സീറ്റ് നേടുമെന്നാണ് അവരുടെ കണക്ക് വന്നിരിക്കുന്നത്. 2 സീറ്റ് 6 അല്ല 7 കിട്ടുമെന്നാണ് പറയുന്നത്. ഒരു മാവേലിക്കരയും ചെങ്ങന്നൂരും ഒഴികെ ബാക്കിയെല്ലാം UDF നേടുമെന്നാണ് വന്നിരിക്കുന്നത്. പിന്നെ ചേർത്തല പ്രസാദ് കൂടി ജയിച്ചാൽ 6-3 എന്ന് വരും. അങ്ങനെയാണ് വരുന്നത്. അപ്പം ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ പിണറായി വീട്ടിൽ വിശ്രമജീവിതം നയിക്കുകയാണ്. പിന്നെ ആ ഇലക്ഷൻ്റെ ക്ഷീണവും അന്ന് ആ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം മലയാള ഭാഷയ്ക്ക് സമ്പാദിച്ച പുതിയ പദങ്ങളും എല്ലാം ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോഴും തള്ളിന് യാതൊരു കുറവുമില്ല. ഞങ്ങൾ ജയിക്കും, അല്ലേ LDF-ന് 90 സീറ്റും കിട്ടുമെന്നല്ലേ MV ഗോവിന്ദൻ അടക്കം പറയുന്നത്. അതെ, പരാജയപ്പെട്ടാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉത്തരം റെഡിയായിരിക്കും വെച്ചായിരിക്കും. പരാജയപ്പെട്ട എന്ത് പറയണമെന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ അവർക്ക് കാണും. അത് ഉറപ്പായിട്ട് വരുമല്ലോ. അവർ പറയാൻ പോകുന്ന ഇതായിരിക്കും, പരാജയം ഞങ്ങൾ അംഗീകരിക്കുന്നു, ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല. ഇത് BJP UDF അന്തർധാരയാണെന്ന് മാറും. അതാണ് അവർ പറയാൻ പോകുന്നത്. അല്ലാതെ വെറുതെ പറയാനാ എന്താ പറയാ, ഞങ്ങളെ കയ്യിരിപ്പോണ്ടാണ് സംഭവിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. LDF പിന്നെ UDF BJP അന്തർധാരയല്ല, CPM BJP അന്തർധാരയാണ്. അതും നേതൃതലത്തിലേ ഉള്ളൂ, അണികളുടെ ഇടയിലൊന്നുമില്ല. ഇത്തവണ ഒരുപാട് BJP-ക്കാർ കോൺഗ്രസ് വോട്ട് ചെയ്തിട്ടുണ്ട്. അതെ, CPM-കാർ ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് CPM-കാരുടെ ഉള്ളിലുള്ള ഇപ്പം എന്താണെന്ന് ചോദിച്ചാൽ, അവർ വ്യക്തമായിട്ട് പറയുന്നത് നല്ല CPM-കാരായിട്ടുള്ള ആൾക്കാർ, പാർട്ടിയെ സ്നേഹിക്കുന്നത്, ഈ കിടന്ന് അടിമക്കമ്മി അന്തം കമ്മികളല്ല, പാർട്ടിയെ സ്നേഹിക്കുന്നവരെന്താ പറയുന്നത്? പാർട്ടിയെ സ്നേഹിക്കുന്നവർ പറയുന്നത് ഈ പാർട്ടി നിലനിൽക്കണം, പിണറായി എന്ന ഒരു വ്യക്തി ഉള്ളത് കാരണം ഈ പാർട്ടി നശിച്ചു പോകാൻ പാടില്ല, അതുകൊണ്ട് ഈ പാർട്ടി നിലനിൽക്കണം, അതിനുവേണ്ടിയാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത്, അതിനൊരു ഇടവേള ആവശ്യമാണ്. ഒന്ന് പോയിട്ട് വരട്ടെ, വിശ്രമിച്ചിട്ട് വരട്ടെ. അപ്പോൾ പിണറായി പറയുന്നത് അടുത്ത തവണയും ഞാൻ
ചിലപ്പോൾ നയിച്ചെന്നിരിക്കും. അത് രാജീവ് സർദേശായിയോടാണ് പറഞ്ഞു. പാർട്ടി പറഞ്ഞാൽ, പക്ഷേ വേറൊരു കാര്യമുണ്ട്, പാർട്ടി പിണറായിയോട് മാത്രമേ പറയുന്നുള്ളൂ, വേറെ മുതിർന്ന നേതാക്കളോടും പറയില്ല. അവർക്കെല്ലാം പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം പ്രായം കൂടി നിശ്ചയിച്ചിട്ടുണ്ട്. എത്ര തവണ MLA ആയി എന്നുള്ള തവണ ഇപ്പൊ ജി സുധാകരനോട് പറഞ്ഞിട്ടുണ്ട്, MM മണിയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിണറായിയോട്, MM മണിയോടും ജി സുധാകരനോടും ഒക്കെ മാറി നിൽക്കൂ, കടക്കു പുറത്ത്, നിങ്ങൾക്ക് പ്രായം കഴിഞ്ഞു. പക്ഷെ പിണറായിക്ക് മാത്രം ആ ഒരു പ്രശ്നം. പിണറായിയോട് മാത്രമേ പാർട്ടി പറയൂ മത്സരിക്കാൻ, മറ്റവരോടൊന്നും നിങ്ങൾ കടക്കു പുറത്ത് തന്നെ പറയത്തുള്ളൂ. എന്തായാലും പിണറായി വിജയൻ്റെ ഇനിയും ചികിത്സയൊക്കെ കഴിഞ്ഞ് ഒരു അല്പം ഉന്മേഷവാനായിട്ട് ഇലക്ഷൻ ഫലം കേൾക്കാനായിട്ട് തിരിച്ചെത്തും എന്ന് നമുക്ക് കരുതാം.